ചായ കുടിക്കണമെന്നും ദോശ തിന്നണമെന്നും ഒക്കെ തോന്നുമ്പോ മാത്രം കല്യാണിയമ്മേ ഓർക്കും. എന്നിട്ട് വന്ന് മൂക്കറ്റം തിന്നും വെച്ച് മൂട്ടിലെ പൊടിയും തട്ടി അങ്ങ് പോകും. നടക്കത്തില്ല ഗോപാല. പറ്റു മുഴുവൻ തീർത്തില്ലെങ്കിൽ ഗോപാലിന്റെ എല്ലി ഞാൻ ഊരും കേട്ടോ. ചായയുടെ കൂടെ കല്യാണിയമ്മയുടെ 4 ചീത്തവളി അങ്ങോട്ട് കേൾക്കുക. അതിന് പ്രത്യേക സുഖം തന്നെയാണ്. ദോശ ഉണ്ടോ? ദോശ ഒറ്റ തേമ്പിയ കൗണ്ടറിൽ നിന്ന് ഉറങ്ങാൻ പെരയിലെങ്ങനെ പോയി കിടന്ന് ഉറങ്ങും മനുഷ്യ. ഓ കല്യാണി അമ്മേ, ഞാൻ വിചാരിച്ച ആന വരേണ്ടതാണ്. പൊന്നാനിയില് പുഴങ്കരക്കാവിൽ വെച്ചുണ്ടായ സംഭവം അറിയടോ? അയ്യോ, വെടിക്കെട്ട് കാണാൻ ഉറങ്ങിക്കിടന്നവരുടെ മേലൂടെ ആന വരണ്ട് ചവിട്ടൊരോട്ടല്ലായിരുന്നു. എന്തൊരോട്ടായിരുന്നു. ഇന്നത്തെ ഒരൊറ്റ ആനയും വിശ്വസിക്കാൻ പറ്റില്ല. എത്ര നേരത്താലും വെള്ളമില്ല. എന്തിനാനയെ പറയുന്നു? ഒരു പൂന വരണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? പൂനയോ? പൂച്ചടോ? ഇതാരായി വരുന്നേ? വെളിച്ചപ്പാട് വന്നു വെച്ചാ ഉത്സവം വന്നു. അതെ അതെ. ഇരിക്കൂ, ഒരു ചായ എടുക്കട്ടെ? എടുത്തോളൂ. ഒന്ന് എനിക്കും. ഇപ്പൊ കുടിക്കണ്ട, ഉറക്കം പോവും. എന്നാ വേണ്ട. കെട്ടിയോനെടുത്തും തിന്നും കുടിച്ചും കൗണ്ടറിലിരിക്കുന്നത് കലയല്ലാന്നുണ്ടോ കല്യാണിയമ്മേ? ചോറ്റ കൊലയാ. മിണ്ടായിരിക്കട്ടെ അവിടെ. ഇപ്പോഴേ എത്തിയത് ഇപ്പൊ തന്നെ. എങ്ങനെ ഉണ്ടാ കഥനെ? ഉത്സവടിയൊക്കെ കേമ ഉണ്ടോ? നാട്ടുകാർക്ക് ഇപ്പോഴൊക്കെ ചെറിയ വെടി മതിയെന്ന് വന്നിട്ടുണ്ടെന്നാണോ? ശരി, വെടി വലുതാണെങ്കിൽ നമുക്ക് വല്ലതും കിട്ടും. അതെങ്ങനെ? അമ്പലത്തിലെ പൊതുവടിക്കാരനായിട്ടും തെക്കുമ്പുറത്തോട്ടല്ലേ കതിനയുടെ ചായ്വ്. നിന്റെ എല്ലാം വെടി തീരാൻ പോന്ന് കൂട്ടിക്കോ. വെടി തീരാൻ പോണത് വടക്കും പുറത്തുകാരുടെയോ തെക്കും പുറത്തുകാരുടെയോ എന്ന് ഉത്സവം വരുമ്പോ നാട്ടുകാർ പറഞ്ഞു. 2 കൊല്ലം നാട്ടുകാർ കാണുന്നു. ഉത്സവം കേമായിട്ട് നടക്കണ വെച്ചാ വടക്കമ്പക്കാർ തന്നെ നടത്തണമെന്ന് കാക്കയും പൂച്ചയും കൂടെ പറയാൻ തുടങ്ങിയിരിക്കണു. ഞാൻ പിന്നെയും പറയുന്നു, അധികം അങ്ങോട്ട് കേറണ്ട. ഉത്സവ പറമ്പില് എന്താ ഇത്? അടിക്കുന്നവർക്ക് അസൗകര്യം ഉണ്ടാക്കാതെ ഒന്ന് മാറി കൊടുക്കും കല്യാണമേ. ഞാൻ അല്ലേ തറവാട്ടിലെ കാർന്നോമാര് തമ്മിൽ കടിപിടി കൊടുത്തതിന് നിങ്ങക്ക് നാട്ടുകാർക്ക് എന്താ? ജാനു, എന്താ ഈ കിണറിന് എത്ര അടി താഴ്ച വരും? എത്ര അടി താഴ്ച വരുമെന്ന് താനൊന്ന് ഇറങ്ങി നോക്ക്, അപ്പ അറിയാം. ശൃംഗരിക്കാൻ വന്നിരിക്കുന്നു മാഷകളെ. വെറുതെ അല്ലടി നീയൊക്കെ ഇവിടെ ഇങ്ങനെ വെള്ളം കോരി കിടക്കണേ. അമ്മായി ഇല്ല, ഒന്നും ഉണ്ടാവില്ല, ഉറപ്പാ. ആ ഭാഗം KK ചിപ്സിന് വിട്ടു തരാ. വേണ്ട, എഴുന്നേൽക്കണ്ട. ഇവിടെ ആരും അതിന് എഴുന്നേറ്റില്ലല്ലോ. എഴുന്നേറ്റില്ലെങ്കിൽ വേണ്ട. അതും പറഞ്ഞ് തർക്കിക്കാൻ ഞാനില്ല. കമലാസിനോട് ഞാനൊരു കാര്യം കഴിഞ്ഞവണയും പറഞ്ഞിട്ടുള്ളതാണ്. ഈ അടുക്കള ഭാഗത്ത് കൂടെയുള്ള വരവ് എനിക്കത്ര പിടിക്കുന്നില്ല. അറിയാം, ഓർമ്മയുണ്ട്. വല്യമ്മായി മാത്രല്ല, പല അമ്മായിമാരും എന്നോട് ചോദിക്കാറുണ്ട്. ആ അമ്മായിമാരോട് പറയണത് പോലെ തന്നെ ഈ വല്യമ്മായോടും പറയണു. സ്ത്രീജനങ്ങൾ ഇരിക്കുന്നിടത്ത് ഐശ്വര്യമുള്ളൂ, ഐശ്വര്യമുള്ളിടത്ത് കമലാസനക്കുറിപ്പ് ഉണ്ടാവൂ. തെറ്റാന്ന് വെച്ചാലും കമലാസനക്കുറിപ്പ് പിൻഭാഗത്തോടെ വരൂ. മാപ്പാക്കണേ അമ്മായി, അറിയാതെ പറഞ്ഞു പോയതാ. ഇത് ഈ പറഞ്ഞ പോലെ അച്ഛനോട് പറയാനുള്ള ധൈര്യമുണ്ടോ കുറിപ്പിന്? അതും ഇതും പറഞ്ഞ് വെറുതെ എന്നെ വിഷമിപ്പിക്കണ്ട കേട്ടോ. കുട്ടി എന്തേ KK ചിപ്സിന്റെ സാരി ചിറ്റിൽ ചേർന്നില്ല? എനിക്ക് ആവശ്യത്തിന് സാരിയൊക്കെ ഉണ്ടല്ലോ. എന്നാ പിന്നെ പാത്ര ചിറ്റി, പാദസര ചിറ്റി, ട്രാൻസിസ്റ്റർ ചിറ്റി, അങ്ങനെ തരുണീമണികളുടെ അഭിരുചിക്കനുസരിച്ച് ഈ ഭൂമുഖത്തുള്ള എന്തിനേയും ചിട്ടിയുടെ പരിധിയിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുള്ള ഒറ്റ ചിട്ടിക്കമ്പനി എവിടെയുള്ളൂ, KK ചിപ്സ് ആൻഡ് ഫൈനാൻസിയേഴ്സ്. അശ്വതി കുട്ടിയോട് മാത്രം പറയാൻ വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അങ്ങനെ അശ്വതി കുട്ടിയോട് മാത്രം പറയണ്ട, ഞാനും കൂടെ കേക്കട്ടെ. നിർത്ത്. ഞാൻ തുടങ്ങാൻ പോകുന്ന പാത്രച്ചിട്ടിയുടെ ഉദ്ഘാടനം ഈ ഇരിക്കുന്ന പാവപ്പെട്ട അശ്വതി കുട്ടിയെ കൊണ്ട് നിർവഹിപ്പിക്കാൻ വല്യമ്മായിയുടെ അനുവാദം ചോദിക്കാനാണ് ഞാൻ വന്നത്. അല്ലാതെ അമ്മായി തെറ്റിദ്ധരിച്ചിരിക്കുന്ന പോലെ അശ്വതി കുട്ടിയോട് ശൃംഗരിക്കാനോ കൊഞ്ചി കുളിയാനോ അല്ല ഞാൻ വന്നതെന്ന് ഞാനിവിടെ ഊന്നി ഊന്നി പറയുകയാണ്. അടുക്കള ഭാഗത്ത് കൂടെ പോകണ്ട. അടുക്കള ഭാഗത്ത് പോണില്ല. അത് തന്നെ ഞാനും പറയണേ. ഞാനും ആരുടെ അല്ല എന്ന് വെച്ചാൽ എല്ലാവരുടെയാണ്. ആ കണ്ണാടി വീഴക്കടോ, തട്ടി തടഞ്ഞ് വീഴൂ. താങ്ക് യു. അതുകൊണ്ടെന്താ, വടക്കുംപുറത്തെ കാര്യസ്ഥന്റെ അനന്തരാവാസിയാണെങ്കിലും തെക്കുംപുറത്ത് ഇരിക്കാൻ എനിക്ക് ചെറിയൊരു ഇരിപ്പിടമുണ്ട്. ഇരിപ്പട അടുക്കളയിലായിരിക്കും, ചെലവേ മേലെ. എന്താടോ ചിരവത്ര മോശ? KK ചിപ്സ് ഒരു ചിരവ ചിട്ടി കൂടി തുടങ്ങാൻ പോകുന്നുണ്ട്, തന്റെ പടം വെച്ചിട്ട്. കുടുംബക്കാർ വന്നിരിക്കുമ്പോ കുട്ടി എന്തിനാ മറഞ്ഞൊന്നും നോക്കണേ? കടന്നു വരൂ. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുക അല്ലേ? ആരെങ്കിലും ആണുങ്ങൾ ഉമ്മർത്ത് വന്ന അപ്പൊ അവള് വായി നോക്കാൻ എത്തും. എന്താ ചേച്ചി ഈ ചെറുപ്പം കുട്ടികൾ ഇങ്ങനെ വഴക്ക് പറയണേ? ചേച്ചിയോ? ആരുടെ കണ്ട് ചേച്ചി? താൻ എന്നെക്കാൾ എത്ര വയസ്സിന് മൂത്തതാ? പക്ഷെ എന്റെ മനസ്സിപ്പോഴും ചെറുപ്പാണ് കല്യാണിക്കുട്ടി അമ്മായി. എന്താ വിളിച്ചേ? കല്യാണിക്കുട്ടി അമ്മാന്ന്.
എടി എപ്പുറത്ത് പോവാൻ? നിക്കവിടെ. ഞാൻ തുടങ്ങാൻ പോകുന്ന കൊലുസ് ചിട്ടിയുടെ ഉദ്ഘാടനം ഈ നിൽക്കുന്ന പാവപ്പെട്ട അമ്മിണിക്കുട്ടിയെ കൊണ്ട് നിർവഹിപ്പിക്കാൻ കല്യാണി അമ്മയോട് അനുവാദം ചോദിക്കാനാണ് ഞാൻ വന്നത്. അല്ലാതെ കല്യാണി അമ്മ തെറ്റിദ്ധരിച്ചതുപോലെ ശൃംഗരിക്കാനോ കൊഴിഞ്ഞാടുവാനോ വന്നതല്ല എന്ന് ഞാൻ ഇവിടെ ഊന്നി പറയാം. തന്റെ ഈ അടുക്കള വശത്തോടുള്ള വരവുണ്ടല്ലോ, മേലാൽ അത് ആവർത്തിച്ച. ഒരു സെക്കൻഡ്, കുട്ടി അകത്തേക്ക് പോവോ? അവിടെ നിൽക്കടി. അകത്ത് പോവാനാ പറഞ്ഞത്? അവിടെ നിൽക്കാൻ. എന്നാ നിന്ന് കേക്കട്ടെ. മേലാൽ അത് ആവർത്തിച്ച ചൂലെടുത്ത് എന്റെ മുഖത്തടിക്കും. ആ കല്യാണമേ ഒരു ചായ. ഇപ്പൊ കുടിക്കണ്ട. പിന്നെ എപ്പോഴാ കുടിക്കുക? ഇപ്പൊ കുടിക്കണ്ടെന്ന് പറഞ്ഞിട്ടാ കൊരങ്ങ. താൻ കൂടെ അവിടുന്ന്. ആ അത് ശരിയാ. അപ്പൊ കസ്റ്റമേഴ്സിന് ചീത്ത പറഞ്ഞു തുടങ്ങിയല്ലേ? ആ കളി വേണ്ട. എന്റെ വന്നേ. ആ കാണുന്നതിനും അപ്പുറമാണ് ഞാൻ ജനിച്ചു വളർന്ന ഗ്രാമം. ഇതിലേ വരുമ്പോഴൊക്കെ ശരിക്കും ബാല്യത്തിലേക്ക് തിരിച്ചെത്തിയ പോലെ. അതേ പുഴയും ആ കാറ്റും. ഒരു പാലം പോലും ഇല്ല ഇന്നും. ഒരു കലാകാരനെ മാടി മാടി വിളിക്കുന്ന മനോഹരമായ ഭൂപ്രദേശം. പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ. നമ്മുടെ വാൻകാരന് ശരിക്കും വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. 10-32 കിലോമീറ്റർ ചുറ്റിക്കറങ്ങി വരണ്ട. തങ്കപ്പാ, മേക്കമാൻ സമയത്ത് എത്തുവോ? ഞാൻ ജയദേവൻ സാറിനോട് വീണ്ടും വീണ്ടും കേണപേക്ഷിക്കുകയാണ്, വീണ്ടും വീണ്ടും എന്നെ തങ്കപ്പനാക്കരുതെന്ന്. ഞാൻ ആ നാമധേയം എന്നേ മറന്നു കഴിഞ്ഞു. ഇപ്പൊ ഞാൻ മനോജ് കുമാറാണ്, സിനി ഫെയിം, ഫിലിം സ്റ്റാർ. എന്തോന്ന് സിനി ഫെയിം? ഏത് സിനിമയിൽ അഭിനയിച്ചാ താൻ ഇത്രയും വലിയ ഫെയിം ഒക്കെ ഉണ്ടാക്കിയത്? എന്റെ തിരുപ്പാണ്ടിക്കാട് തിരുടറുകൾ എന്ന സിനിമ കണ്ടിട്ടുള്ള ഒരു തെണ്ടിയും എന്നോട് ഈ ചോദ്യം ചോദിക്കില്ല. ഞാനായിരുന്നു ഈ സെക്കൻഡ് ഹീറോ. എന്റെ അഭിനയം കണ്ട് ഹീറോ ഞെട്ടി. ഫലം ഞാൻ അഭിനയിച്ച 16 റീല് വെട്ടി ആറ്റി തട്ടി ആ ദുഷ്ടരായ ഡയറക്ടർ. പക്ഷേ ഞാനത് ഈ പഴത്തൊലി ചവിട്ടി കമിഴ്ന്നടിച്ച് വീഴുന്ന ഒരു സീൻ ഒഴിച്ച് അത് മതിയല്ലോ ഭാവനാസമ്പന്നനായ ഈ കലാകാരനെ. വരിക. ഇന്നലെ എത്തുന്നൊരു തോന്നലുണ്ടായിരുന്നു. കാത്തിരിക്കായിരുന്നു. വരുന്നു. അതിനു മുമ്പ് ഒരു കുളി കഴിഞ്ഞ് ഭഗവതിയെ തൊഴുതിട്ട് വന്നേക്കാം. ഞാനിപ്പോ ഇവരുടെ സാധനങ്ങളൊക്കെ വെക്കാൻ ഏർപ്പാടുണ്ടാക്കാം. ആയിക്കോട്ടെ. വിശ്വേട്ടനും പോകുന്നു. വടക്കമ്പുറത്തെ കാരണവരാണല്ലേ? കാര്യസ്ഥന. അയ്യോ, കാര്യസ്ഥൻ ഇത്രയായപ്പം കാരണവർ എന്തോ ആയിരിക്കും. ഹാർമോണിയപ്പെട്ടി എടുത്തപ്പോ ഞാൻ വിചാരിച്ച കാരണവരാണെന്ന്. അയ്യോ കഷ്ടം. കാര്യസ്ഥനായാലും കുഴപ്പമില്ല. കേരളത്തിലെയും കോടമ്പക്കത്തിലെയും വലിയ വലിയ കാര്യസ്ഥന്മാർ എന്റെ പെട്ടി എടുത്തിട്ടുണ്ട്, ഞാൻ പെട്ടി കൊടുത്തിട്ടുമുണ്ട്. കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കാര്യസ്ഥൻ ഞാനാ. 139 കിലോ 450 ഗ്രാം. അത്രയും മാംസം ശരീരത്തിലുണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. എന്നെ താഴെ ഇറക്കി വിശ്വസിച്ചിരിക്കുന്നു. ജയദേവൻ എന്തോ ജയദേവൻ സാറ് കല്യാണിയാണ് പിടിച്ചിരിക്കുന്നത്. കല്യാണി അല്ല തങ്കപ്പ, ചുമ്മാ മണ്ടത്തരം പറയാതെ. ദൈവം തന്ന രാഗങ്ങളെ മനുഷ്യൻ കല്യാണിന്ന് കളവാടിന്ന് കാമാക്ഷി എന്ന് പേരിട്ട് വ്യഭിച്ചതിനോട് എനിക്ക് യോജിപ്പില്ല. എല്ലാ രാഗങ്ങളും ഒന്ന് തന്നെ. അതെ, ആ സ്വരസ്ഥാനങ്ങളൊക്കെ ഒന്ന് കുറിച്ചു വെക്കണോ? വായ ഒഴിഞ്ഞൊരു നേരമില്ലല്ലോ. കാണത്ത് വായിക്കാൻ വിശ്വം എനിക്കൊരു മനോധർമ്മം തോന്നുന്നു. ക്ലൈമാക്സിന് തൊട്ട് മുമ്പ് കുന്തിയെ ഞാൻ, അതായത് ശ്രീകൃഷ്ണൻ മീറ്റ് ചെയ്യുന്ന ഒരു സീൻ, കളർഫുൾ ആയിട്ട് ഒരു 4-5 ഡയലോഗ്. ഹേയ് കുന്തി, ഹസ്തനപുര സമസ്ത അപരാധങ്ങളുടെ തീ എഴുതി വെച്ചിരിക്കുന്നത് കാണാ പഠിച്ചങ്ങ് ചെയ്താൽ മതി. എഴുതി തരുന്ന എന്തും കാണാപ്പാടാൻ പഠിച്ച് കണ്ണു പടച്ച് പറയുന്ന വിഡ്ഢികളല്ലേ ഞങ്ങൾ. മഹാഭാരതത്തിലെ കഥയാവുമ്പോൾ അതിൽ ശ്രീരാമന്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾ എന്നാ മനസ്സിലാക്കാത്തത്? മഹാഭാരതത്തിൽ ശ്രീരാമനോ? കർണന്റെ മൂത്ത മകളെ നമ്മുടെ ശ്രീരാമനല്ലേ മാറിയിരിക്കുന്നത്? ഓഹോ, അപ്പൊ കുരുക്ഷേത്ര യുദ്ധത്തിൽ പിന്നെന്താ ഉണ്ടായത്? വായെന്ന് ആ